ഭൂട്ടാനിൽ നിന്നുള്ള കാർ കള്ളക്കടത്ത് കേസിൽ നടൻ ദുൽഖർ സൽമാനെ വീണ്ടും ചോദ്യം ചെയ്യാൻ കസ്റ്റംസ്. ദുൽഖറിന്റെ പേരിൽ കൂടുതൽ കള്ളക്കടത്ത് വാഹനമുണ്ടെന്നും ഇവ കണ്ടെത്തുന്ന മുറയ്ക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം അറിയിച്ചിരുന്നു. താൻ നിയമാനുസൃതമായി വാഹനങ്ങൾ വാങ്ങിയതാണെന്നും കള്ളക്കടത്താണെന്ന് അറിഞ്ഞില്ലെന്നുമാണ് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ ദുൽഖർ അറിയിച്ചത്. കസ്റ്റംസിന്റെ ഓപ്പറേഷൻ നുങ്കൂർ ഭൂട്ടാനിൽ നിന്നുള്ള കാർ കടത്ത് കേസിൽ ചൊവ്വാഴ്ച കസ്റ്റംസ് പ്രസന്റേറ്റീവ് വിഭാഗം ദുൽഖർ സൽമാനെ കൊച്ചിയിൽ 7 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി കസ്റ്റംസ് ദുൽഖറിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത 4 ആഡംബര കാറുകളാണ് പിടിച്ചെടുത്തത്. ഈ കാറുകളുമായി ബന്ധപ്പെട്ട രേഖകൾ, കാർ ഇന്ത്യയിലെത്തി വഴി ഏതെല്ലാം മുൻനിർത്തിയായിരുന്നു ചോദ്യം ചെയ്യൽ. വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിച്ചതാണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ഇന്ത്യയിൽ നിന്നുള്ള മുൻ ഉടമകളിൽ നിന്നാണ് നിയമാനുസൃതമായി രേഖകൾ ഉപയോഗിച്ചാണ് വാങ്ങിയതെന്നും പണമിടപാടുകൾ പൂർണ്ണമായും ബാങ്ക് വഴിയാണെന്നുമെന്നും ദുൽഖർ സൽമാൻ ചോദ്യം ചെയ്തതിൽ വിശദമാക്കി. ഇത് കസ്റ്റംസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തില്ല. കൂടുതൽ കാറുകൾ ദുൽഖറിന്റെ പേരിലുണ്ടെന്നും ഈ കാറുകൾ എവിടെയെന്നും ദുൽഖർ വെളിപ്പെടുത്തിയാതത് സംശയം വർദ്ധിപ്പിക്കുന്നെന്നും അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നു. ഇവ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലാണ് ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായ കസ്റ്റംസ് ഉദ്യോഗസ്ഥർ. കാറുകൾ കണ്ടെത്തുന്ന മുറയ്ക്ക് വീണ്ടും ദുൽഖറെ വിളിച്ച് ചോദ്യം ചെയ്യും. ഇതുവരെ 1000-ഓളം വാഹനങ്ങളാണ് രാജ്യത്തെ പല ഭാഗങ്ങളിൽ നിന്നായി കസ്റ്റംസ് പിടിച്ചെടുത്തത്. ഭൂട്ടാനിൽ നിന്നുള്ള കസ്റ്റംസ് സംഘത്തിനെ കൂടി ഉൾക്കൊള്ളിച്ചുള്ള സംയുക്ത അന്വേഷണമാണ് ഓപ്പറേഷൻ നുങ്കൂർ നടക്കുന്നത്.